ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഫിറ്റ് ആയിട്ടുള്ള ബോഡി എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ കൃത്യമായിട്ട് നമുക്കറിയാം, ഇതൊരു ഫിറ്റ്നസ് കാഴ്ചയിൽ മാത്രമല്ല, നമുക്ക് ആരോഗ്യപരമായിട്ട് ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാനും അതോടൊപ്പം തന്നെ നമുക്കൊരു ഓവറോൾ വെൽബീയിങ്ങിന് നമുക്ക് ഫിറ്റ്നസ് അത്യാവശ്യമാണ്. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് ഒരു ഫിറ്റ്നസ് ഇല്ല എങ്കിൽ നമുക്ക് ഓവർ വെയിറ്റ് നമുക്ക് ഒരുപാട് റിസ്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. നമുക്കറിയാം, ഏകദേശം 45% ഹാർട്ട് ഡിസീസിനും അതേപോലെ 85% ഡയബറ്റീസിന്, അതേപോലെ നമ്മുടെ കിഡ്നി ഡിസീസസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, ലിവർ ഡിസീസസ്, ഇങ്ങനെ പലതരം ക്യാൻസേഴ്സ് ഇതിനൊക്കെ കാരണമാക്കുന്നുണ്ട് നമ്മുടെ ഓവർ വെയിറ്റ് എന്നുള്ളത്. ശരിക്കും നമുക്ക് എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് കൂടുതൽ ഓവർ വെയിറ്റിന് കാരണം നോക്കാം. അപ്പൊ നമുക്കറിയാം, ഇന്നത്തെ നമ്മുടെ ഹൈ കലോറി ഫുഡ്, പുവർ ന്യൂട്രീഷൻസ്, നമുക്ക് നമ്മുടെ പ്രോസസ്ഡ് ഫുഡൊക്കെ കൂടുതൽ കഴിക്കുന്നുണ്ട്, വേണ്ട എക്സസൈസ് ഇല്ലായ്മ, പ്രോപ്പർ സ്ലീപ്പ് കിട്ടുന്നില്ല, കൂടുതലായിട്ടുള്ള സ്ട്രെസ്, ഇതെല്ലാം നമുക്ക് വെയിറ്റ് കൂടാനുള്ള കാരണങ്ങളാണ്. ഇപ്പൊ പലപ്പോഴും നമ്മൾ വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഡയറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വീണ്ടും വരികയാണ്. അപ്പൊ നമുക്ക് ഡയറ്റ് ചെയ്യുന്നത് കാരണം പലപ്പോഴും നമുക്ക് നമ്മുടെ പ്രോട്ടീൻ ഡെഫിഷ്യൻസി, അതുപോലെ വൈറ്റമിൻ ഡെഫിഷ്യൻസി വരുന്ന സമയത്ത് നമുക്ക് ക്ഷീണം വരുന്നുണ്ട്, വീക്ക്നെസ് വരുന്നുണ്ട്, ഇമ്മ്യൂണിറ്റി കുറയുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് പല ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഡിസീസസിനും ഇത് കാരണമാക്കുന്നുണ്ട്. നമ്മളിവിടെ ഒരു വെയിറ്റ് കുറക്കുക എന്നുള്ള ഉദ്ദേശിക്കുന്നത് നമ്മുടെ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറയ്ക്കുകയും ആവശ്യമുള്ള പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസും ഒരു നല്ല കൊഴുപ്പും നല്ല ഫാറ്റ് എല്ലാം നമുക്ക് കൊടുക്കണം. ഈ രീതിയിലുള്ള ഒരു ഐഡിയൽ വെയിറ്റ് മാനേജ്മെന്റ് ആണ് വേണ്ടത്. നമുക്ക് ഒരാളുടെ വെയിറ്റ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, നമ്മുടെ ബോൺ മാസ്, അതേപോലെ മസിൽ മാസ്, അതേപോലെ ഫാറ്റ്, ഇതിന്റെ ഇതാണ്. അപ്പൊ ഇതിൽ ശരിക്കും നമുക്ക് ബോൺ മാസും ഫാറ്റും, ബോൺ മാസ് നമുക്ക് കുറക്കണ്ട, അതേപോലെ നമുക്ക് നമ്മുടെ മസിൽ മാസും കുറക്കണ്ട. ഇവിടെ ഫാറ്റാണ് ശരിക്കും നമുക്ക് കുറക്കേണ്ടത്. ഫാറ്റ് 2 തരത്തിലുണ്ട്. ഒന്ന് സബ്കുട്ടാനിയസ് ഫാറ്റ്, സ്കിന്നിന്റെ അടിയിലുള്ള ഫാറ്റും, അതേപോലെ വിസറൽ ഫാറ്റ്, നമ്മുടെ അവയവങ്ങളെ ചുറ്റിപ്പറ്റി കിടക്കുന്ന കൊഴുപ്പ്. ഇത് ഭയങ്കര ടോക്സിക് ആണ്. ഇതാണ് നമുക്ക് ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസോർഡറിലേക്ക് നമ്മളെ നയിക്കുന്നത്. നമുക്ക് എങ്ങനെ അറിയാം എന്നുള്ളതാണ്. ഒരാളുടെ ബോഡി മാസ് ഇൻഡെക്സ് ചെക്ക് ചെയ്ത് നമുക്ക് എത്രമാത്രം നമ്മൾ ഓവർ വെയിറ്റ് ആണെന്ന് മനസ്സിലാവും. അപ്പോൾ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്ന സമയത്ത് ശരിക്കും നമ്മുടെ ഹൈറ്റും വെയിറ്റും അനുപാതം നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ് 18 മുതൽ 23 വരെ ആണെങ്കിൽ നമ്മൾ നോർമൽ ആയിരിക്കും. അതേപോലെ 23ന്റെ മുകളിലാണെങ്കിൽ 25 വരെ നമ്മൾ ഓവർ വെയിറ്റ് ആണ്. 25ന്റെ മുകളിലാണെങ്കിൽ ശരിക്കും അമിതഭാരം, ഒബീസിറ്റി എന്ന് പറയും. അപ്പൊ നമുക്ക് ഈ ഒരു ഓവർ വെയിറ്റിന് എങ്ങനെ നമുക്ക് ഐഡിയൽ വെയിറ്റിലേക്ക് കൊണ്ടുവരാം? നമ്മുടെ ഹൈറ്റിനെ സ്ക്വയർ ചെയ്തിട്ട് ഇൻറ്റു 23 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ശരിക്കും നമ്മുടെ ഐഡിയൽ വെയിറ്റ് മനസ്സിലാവും. അപ്പൊ നിലവിലുള്ള വെയിറ്റ് നമുക്ക് എത്ര നമ്മുടെ ഐഡിയൽ വെയിറ്റ് എന്ന് വെച്ചാൽ അതാണ് നമുക്ക് എത്രയും വെയിറ്റ് ആണ് നമ്മൾ കുറയ്ക്കേണ്ടത്. അപ്പൊ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു പ്രോപ്പർ എക്സസൈസ് നമുക്ക് അത്യാവശ്യമാണ് ഡെയിലി. അതോടൊപ്പം തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കൊടുത്തുകൊണ്ട് ഒരു സയന്റിഫിക് ആയിട്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കാനും നമുക്ക് ഒരു ഫിറ്റ് ആയിട്ടുള്ള ബോഡി നമുക്ക് കിട്ടും. അപ്പൊ അതിനുവേണ്ടി നമുക്ക് പരിചയപ്പെടുത്തുന്നു ഷേപ്പ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു സെഗ്മെന്റ്. ഇതിൽ നമുക്ക് അടങ്ങിയിരിക്കുന്നത് നമ്മുടെ ഒരു ഫാറ്റ് ബേണിംഗ് ക്യാപ്സൂൾ ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്കൊരു ഒരു മീൽ റീപ്ലേസ്മെന്റ് ഷേക്ക് ഉണ്ട്, അതുപോലെ ഒരു പ്രീമിക്സ് ഡ്രിങ്ക് ഉണ്ട്. ഇത് 3 ഇതിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പൊ ശരിക്കും ഫാറ്റ് ബേണിംഗ് ക്യാപ്സൂൾ എന്ന് പറയുന്ന സമയത്ത് ഇത് എല്ലാം നാച്ചുറൽ ആണ്. ഇത് രാവിലെ നമുക്ക് വെറും വയറ്റിൽ ഒന്ന് കഴിക്കാം. അതിൽ അടങ്ങിയിരിക്കുന്നത് കൊടംപുളി, അതേപോലെ ഗ്രീൻ ടീ, ഗ്രീൻ കോഫി, അതേപോലെ കടുക്ക, ഇതേപോലുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അടങ്ങിയ ക്യാപ്സൂൾ രാവിലെ വെറും വയറ്റിൽ ഒന്ന് കഴിക്കുന്നു. അതിനുശേഷം അരമണിക്കൂറിന് ശേഷം നമ്മൾ എക്സസൈസ് ചെയ്യാം. അരമണിക്കൂറിന് ശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അല്ലെ, അതിന് പകരം നമുക്ക് ഈ ഒരു ന്യൂട്രീഷൻ ഷേക്ക് നമുക്ക് ഒരു 8 ഫ്ലേവറിൽ നമുക്ക് അവൈലബിൾ ആണ്. ചോക്ലേറ്റ്, മാംഗോ, അതേപോലെ കുൽഫി ഉണ്ട്, അതേപോലെ ബനാന മിൽക്ക് ഉണ്ട്. ഇങ്ങനെ ഏത് ഫ്ലേവർ ആണ് നമുക്ക് എടുക്കാം. ഇതൊരു സ്കൂപ്പ് നമ്മളൊരു സ്കിംഡ് മിൽക്കിൽ, നെയ്യ് കളഞ്ഞ പാലിൽ നമുക്ക് ഒരു നേരത്തെ ഫുഡിന് പകരം കഴിക്കാം. അത് നമ്മുടെ ക്രേവിങ്സിനെ കുറക്കുന്നുണ്ട്, അതേപോലെ വിശപ്പ് കുറക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ആവശ്യമുള്ള എല്ലാ ന്യൂട്രീഷൻസും ആ ഒരു ഷേക്കിലുണ്ട്. അതിൽ പ്രോട്ടീൻ ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, പ്രീബയോട്ടിക് ഉണ്ട്, പ്രോബയോട്ടിക് ഉണ്ട്, അതോടൊപ്പം ഫൈബർ ഉണ്ട്, എൻസൈം ഉണ്ട്. ഒരു ടോട്ടലി കംപ്ലീറ്റ് ഫുഡാണ്. അപ്പൊ ശരിക്കും അതിനുശേഷം നമ്മളൊരു 10-12 മണിയാകുമ്പോൾ വീണ്ടും നമുക്ക് വിശപ്പ് ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ പ്രീമിക്സിന്റെ ടീ കുടിക്കുന്നു. ഈ ടീ ഒരു 100 ml ചുടുവെള്ളത്തിൽ നമുക്കൊരു സാഷ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അത് നമുക്കൊരു ഡ്രിങ്ക് ആയിട്ട് കുടിക്കാം. ആ ഡ്രിങ്കിൽ അതിൽ അടങ്ങിയിരിക്കുന്നതും കൊടംപുളി, ഗ്രീൻ ടീ, ഗ്രീൻ കോഫി, പെപ്പർ, കുരുമുളകിന്റെ എക്സ്ട്രാക്ട്, അതേപോലെ ഇഞ്ചിയുടെ എക്സ്ട്രാക്ട്, ഇതെല്ലാം അടങ്ങിയിരിക്കുന്നത്. അതുപോലെ നമ്മുടെ കടുക്ക, ഇതൊക്കെ ഉപയോഗിച്ച് നമ്മളൊരു ഡ്രിങ്ക് കുടിക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം നമുക്ക് പിന്നെ ഉച്ചയ്ക്ക് നമ്മുടെ ഒരു ബാലൻസ്ഡ് ഡയറ്റ്, നമ്മുടെ പകുതി റൈസ്
പൈസ എടുത്തിട്ട് ഒരു ന്യൂട്രീഷ്യൽ ഡയറ്റ് നമ്മൾ കഴിക്കുന്നു. പിന്നെ നമുക്ക് ഈവനിങ് വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഈ പ്രീമിക്സിന്റെ ടീ നമുക്കൊരു 4 മണിയൊക്കെ ആകുമ്പോൾ കുടിക്കാം. പിന്നെ രാത്രി അതേപോലെ തന്നെ ഡിന്നർ പകരം 7 മണിയാവുന്ന സമയത്ത് നമുക്കൊരു ഷേക്ക് കഴിക്കുന്നു. അങ്ങനെ നമുക്കൊരു നല്ലൊരു ന്യൂട്രീഷ്യൽ ഫുഡോട് കൂടിയിട്ട് ഒരു ഡയറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഒരു ഐഡിയൽ വെയിറ്റിലേക്ക് 2-3 മാസം കൊണ്ട് എത്താൻ സാധിക്കും. ഇങ്ങനെ കിട്ടിയ ഒരുപാട് റിസൾട്ടുകൾ നമുക്കുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും റിസൾട്ടുകൾ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.